ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവർക്കും അനുഗ്രഹപൂർവമായ നല്ല ഒരു പ്രഭാതം ആശംസിക്കുന്നു. തീരം ഡെയിലി ബൈബിൾ മെഡിറ്റേഷൻ എന്ന ഈ ആത്മീയ അനുഗ്രഹീതമായ ധ്യാന സന്ദേശത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ഇന്നും ദൈവവചനം നമ്മുടെ ജീവിതങ്ങളെ നവീകരിക്കട്ടെ. സ്നേഹപിതാവായ ദൈവമേ, ഈ പുതിയ പ്രഭാതം ഞങ്ങൾക്ക് ദാനമായി നൽകിയതിനായി ഞങ്ങൾ നിന്നോട് നന്ദി പറയുന്നു. അങ്ങയുടെ വിശുദ്ധ വചനം കേൾക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും ഞങ്ങളുടെ മനസ്സുകളെ അവിടുന്ന് ഒരുക്കണമേ. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറച്ച് ഈ ധ്യാനത്തിലൂടെ ഞങ്ങളുടെ ജീവിതത്തെ നവീകരിക്കണമേ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോട് കേൾക്കണം പിതാവേ, ആമേൻ. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ നമ്മുടെ അനുദിന പ്രഭാത തിരുവചന വായന, പ്രഭാത തിരുവചന ധ്യാനം പുറപ്പാട് പുസ്തകം 29 അധ്യായം 17 മുതൽ 28 വരെയുള്ള തിരുവചന ഭാഗമാണ്. ആട്ടുകൊറ്റനെ ഖണ്ഡം ഖണ്ഡമായി മുറിച്ച് അതിൻ്റെ കുടലും കാലും കഴുകി ഖണ്ഡങ്ങളുടെ മേലും അതിൻ്റെ തലയുടെ മേലും വയ്ക്കണം. ആട്ടുകൊറ്റനെ മുഴുവനും യാഗപീഠത്തിന്മേൽ വെച്ച് ദഹിപ്പിക്കണം. ഇത് യഹോവയ്ക്ക് ഹോമയാഗം, യഹോവയ്ക്ക് സൗരഭ്യവാസനയായ ദഹനയാഗം തന്നെ. പിന്നെ നീ മറ്റേ ആട്ടുകൊറ്റനെ എടുക്കണം. അഹരോനും അവൻ്റെ പുത്രന്മാരും ആട്ടുകൊറ്റൻ്റെ തലമേൽ കൈവയ്ക്കണം. ആട്ടുകൊറ്റനെ അറുത്ത് അതിൻ്റെ രക്തം കുറെയെടുത്ത് അഹരോൻ്റെ വലത്തെ കാതിനും അവൻ്റെ പുത്രന്മാരുടെ വലത്തെ കാതിനും അവരുടെ വലത്തെ കൈയുടെ പെരുവിരലിലും വലത്തെ കാലിൻ്റെ പെരുവിരലിലും പുരട്ടി രക്തം യാഗപീഠത്തിന്മേൽ ചുറ്റും തളിക്കണം. പിന്നെ നീ യാഗപീഠത്തിന്മേലുള്ള രക്തവും അഭിഷേക തൈലവും കുറേശ്ശെ എടുത്ത് അഹരോന്റെ മേലും അവൻ്റെ വസ്ത്രത്തിന്മേലും അവൻ്റെ പുത്രന്മാരുടെ മേലും അവരുടെ വസ്ത്രത്തിന്മേലും തളിക്കണം. ഇങ്ങനെ അവനും അവൻ്റെ വസ്ത്രവും അവൻ്റെ പുത്രന്മാരും അവരുടെ വസ്ത്രവും ശുദ്ധീകരിക്കപ്പെടും. അത് കരപൂരണത്തിൻ്റെ ആട്ടുകൊറ്റനാഗ കൊണ്ട് നീ അതിൻ്റെ മേധസ്സും തടിച്ച വാലും കുടൽ പൊതിഞ്ഞിരിക്കുന്ന മേധസ്സും കരലിന്മേലുള്ള വപവും മൂത്രപിണ്ഡവും രണ്ടും അവയുടെ മേലുള്ള മേധസ്സും വലത്തെ കൈക്കുറവും യഹോവയുടെ മുൻപാകെ വച്ചിരിക്കുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ കൊട്ടയിൽ നിന്ന് ഒരപ്പവും എണ്ണ പകർന്ന അപ്പമായ ഒരു ദോശയും ഒരു വടയും എടുക്കണം. ഇതൊക്കെയും അഹരോന്റെ കയ്യിലും അവൻ്റെ പുത്രന്മാരുടെ കയ്യിലും വച്ച് യഹോവയുടെ സന്നിധിയിൽ നീരാഞ്ജനാർപ്പണമായി നീരാഞ്ജനം ചെയ്യണം. പിന്നെ അവരുടെ കയ്യിൽ നിന്ന് അവ വാങ്ങി യാഗപീഠത്തിന്മേൽ ഹോമയാഗത്തിനു മീതെ യഹോവയുടെ സന്നിധിയിൽ സൗരഭ്യവാസനയായി ദഹിപ്പിക്കണം. ഇത് യഹോവയ്ക്ക് ഹനനയാഗം. പിന്നെ അഹരോന്റെ കരപൂരണത്തിനുള്ള ആട്ടുകൊറ്റന്റെ നെഞ്ചെടുത്ത് യഹോവയുടെ സന്നിധിയിൽ നീരാഞ്ജനാർപ്പണമായി നീരാഞ്ജനം ചെയ്യണം. അത് നിന്റെ ഓഹരിയായിരിക്കും. അഹരോന്റെയും അവൻ്റെ പുത്രന്മാരുടെയും കരപൂരണത്തിനുള്ള ആട്ടുകൊറ്റന്റെ നീരാഞ്ജനവും ഉദർച്ചയുമായി നീരാഞ്ജനാർപ്പണമായ നെഞ്ചും ഉദർച്ചാർപ്പണമായ കൈക്കുറവും നീ ശുദ്ധീകരിക്കണം. ഇത് ഉദർച്ചാർപ്പണമാകൊണ്ട് ഇസ്രായേൽ മക്കളുടെ പക്കൽ നിന്ന് നിത്യാവകാശമായി അഹരോനും അവൻ്റെ പുത്രന്മാർക്കും ഉള്ളതായിരിക്കണം. അത് ഇസ്രായേൽ മക്കൾ അർപ്പിക്കുന്ന സമാധാന യാഗത്തിൻ്റെ ഉദർച്ചാർപ്പണമായി യഹോവയ്ക്കുള്ള ഉദർച്ചാർപ്പണം തന്നെ ആയിരിക്കണം. ആമീൻ. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ ഈ വചനഭാഗത്തിൽ ദൈവം അഹരോനെയും അവൻ്റെ പുത്രന്മാരെയും പുരോഹിത ശുശ്രൂഷയ്ക്കായി പൂർണ്ണമായി സമർപ്പിക്കുന്ന ഒരു വിശുദ്ധ ചടങ്ങിൻ്റെ തുടർച്ചാ ഭാഗമാണ് നാം ഇന്ന് വായിച്ചു കേട്ടത്. ആട്ടുകൊറ്റനെ ദൈവസന്നിധിയിൽ പൂർണ്ണ ഹോമയാഗമായി അർപ്പിക്കുന്നത് ദൈവത്തോടുള്ള പൂർണ്ണ സമർപ്പണത്തിൻ്റെ പ്രതീകമാണ്. ഒന്നും സ്വന്തമായി സൂക്ഷിക്കാതെ ജീവിതം മുഴുവൻ
ദൈവത്തിന് സമർപ്പിക്കുന്ന വിശ്വാസിയുടെ ഒരു വിളിയാണിത്. തുടർന്ന് മറ്റൊരാട്ടുകൊറ്റന്റെ രക്തം അഹരോന്റെയും പുത്രന്മാരുടെയും വലത് ചെവിയിലും വലത് കൈവിരലിലും വലത് കാൽവിരലിലും പുരട്ടുവാൻ ദൈവം ഈ വചനത്തിലൂടെ കൽപ്പിക്കുന്നു. ഇതിന് ആഴമേറിയ ഒരു ആത്മീയ അർത്ഥമുണ്ട്. ചെവി എന്നത് ദൈവവചനം ശ്രദ്ധയോടെ കേൾക്കുന്ന ജീവിതം. കൈ എന്നത് ദൈവഹിതം പ്രവർത്തിക്കുന്ന കൈകൾ. കാലെന്നതോ ദൈവം കാണിക്കുന്ന വഴിയിൽ നടക്കുന്ന ജീവിതം. ഇന്നും നമുക്കും ചോദിക്കാം, എൻ്റെ ചെവി ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? എൻ്റെ കൈകൾ നന്മ ചെയ്യുവാനാണോ ഞാൻ ഉപയോഗിക്കുന്നത്? എൻ്റെ കാലുകൾ ദൈവം ആഗ്രഹിക്കുന്ന വഴിയിലൂടെയാണോ നടക്കുന്നത്? ഈ വചനഭാഗം മറ്റൊരു വലിയ സത്യവും നമ്മെ പഠിപ്പിക്കുന്നു. ദൈവത്തിനായി സമർപ്പിക്കുന്നതൊന്നും ഒരിക്കലും നഷ്ടമാകുന്നില്ല. ദൈവം അത് അനുഗ്രഹിക്കുകയും വിശുദ്ധീകരിക്കുകയും തൻ്റെ മഹത്വത്തിനായി ഉപയോഗിക്കുകയും ചെയ്യുന്നു എന്ന ആ വലിയ സത്യം. അതുകൊണ്ട് നമ്മുടെ ജീവിതം ഓരോ ദിവസവും ജീവനുള്ള ബലിയായി ദൈവത്തിന് സമർപ്പിക്കുവാൻ ഈ തിരുവചന ഭാഗം നമ്മെ ക്ഷണിക്കുകയാണ്. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാനിധിയായ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, ഇന്നത്തെ ഈ തിരുവചനത്തിലൂടെ ഞങ്ങളോട് സംസാരിച്ചതിനായി ഞങ്ങൾ നിന്നോട് നന്ദി പറയുന്നു. ഞങ്ങളുടെ ചെവികളെ അങ്ങയുടെ വചനം കേൾക്കുവാൻ ഒരുക്കണമേ. ഞങ്ങളുടെ കൈകളെ സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും ഉപകരണങ്ങളാക്കി തീർക്കണമേ. ഞങ്ങളുടെ കാലുകളെ നീതിയുടെ വഴിയിലൂടെ നടത്തണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങളിലെ രോഗികളായിരിക്കുന്നവർക്ക് സൗഖ്യം നൽകണമേ. വിഷമിച്ചിരിക്കുന്നവർക്ക് ആശ്വാസവും നിരാശയിലായിരിക്കുന്നവർക്ക് പ്രത്യാശയും നൽകണമേ. ഇന്ന് ഞങ്ങളുടെ ജീവിതം മുഴുവൻ ജീവനുള്ള വിശുദ്ധ ബലിയായി അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ.